നിങ്ങളെ നോക്കിയിട്ട് അവസാനമായിട്ട് ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് പ്രപ്പോസലിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ലാസ്റ്റ് എപ്പോഴാണ് കേട്ടെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലൊക്കെ പറയുന്നത്. ശരിക്കും നമ്മളൊരു സ്പിരിച്വൽ ആംബിയൻസിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ വചനമൊക്കെ വായിക്കുമ്പോഴത്തേനും ഈശോ ഒത്തിരി തവണ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ദാനിയേൽ 10:11 സുന്ദരമായ ഒരു വചനമില്ലേ, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലെ. അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ അത് ഉള്ളിലോട്ടൊന്ന് കയറില്ല. കാരണം എന്താ അറിയോ, ചിലർക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. അതായത് എനിക്ക് എന്നെ അങ്ങ് വലിയ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് തന്നെ ചോദിക്കണം, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം, എന്നെ എപ്പോഴും ഏറ്റവും അവസാനമായിട്ട് എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന്. ശരിക്കും ചില ഇഷ്ടക്കേടുകൾ നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഉള്ളിൽ അത് വന്നത് ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ കളിയാക്കപ്പെട്ടിട്ടുണ്ടാകാം, താരതമ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങളത് ബ്രാൻഡ് ചെയ്ത് നിങ്ങളെ തീർത്ത് കളഞ്ഞിട്ടുണ്ടാകാം. ഇപ്പൊ നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഒരാൾ, നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ഒരാൾ നിങ്ങളോട് പറയാണ്, വേണ്ട, ഇനി നിന്നെ വേണ്ട, നീ കൊള്ളത്തില്ല, നിന്നെക്കാട്ടും നല്ലത് ഇയാളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്നേഹം തരാൻ വേണ്ടി ഈശോ ഒരു നിയോഗം കൊടുത്തവർ പോലും നിങ്ങളെ ചിലപ്പോൾ തള്ളി പറഞ്ഞൊരു കരിയാപ്പല പോലെ ദൂരെ എറിഞ്ഞേക്കാം. നമുക്ക് തോന്നും, ദൈവമേ ഒരു ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ എന്ന്. ആ സങ്കടങ്ങൾ കാരണം, ആ താരതമ്യങ്ങൾ കാരണം, ഇങ്ങനെയുള്ള ചില മുറിപ്പെടുത്തിയ വാക്കുകളൊക്കെ കാരണം അവർക്ക് അവരോടുള്ള സ്നേഹം പോയി. എന്നിട്ട് ചിലപ്പോൾ സ്വയം ഇങ്ങനെ ഇടിച്ച് ശപിക്കും, എന്തിനാണ് ഇങ്ങനത്തെ ലൈഫ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്റെ വീട്ടിൽ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ നമ്മളോട് തന്നെ ഒരു ഇഷ്ടക്കേട്, ഒരു വെറുപ്പൊക്കെ വരും. എന്തായാലും എന്നെ സൃഷ്ടിച്ച എന്റെ ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെയും കേട്ടോണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെയും നമ്മളെ രണ്ടുപേരും എന്തായാലും ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദർ ഇസ് നോ ഡൗട്ട്. നമ്മളിപ്പോ ഇച്ചിരി മിസ്റ്റേക്സ് ചെയ്തു പോയേക്കാം, വീണു പോയേക്കാം, പക്ഷെ അപ്പോഴും ഈശോ നമ്മളെ വെറുക്കില്ല. നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി വീണ്ടും കരുണ തരുന്നു, സ്നേഹം തരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് തിരിച്ചു വരണമെങ്കിൽ, തിരുത്തണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. നമുക്ക് സ്വന്തമായിട്ട് ഈശോ തന്നവരെ, നമ്മൾ കണ്ടുമുട്ടുന്നവരെയൊക്കെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം വി ഷുഡ് ലവ് അവർസെൽവ്സ്. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ആൻഡ് യു സ്റ്റാർട്ട് ലവിങ് യുവർസെൽഫ്. നീ നിന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങും. കാരണം ആര് സ്നേഹിച്ചില്ലേലും, ആര് താരതമ്യം ചെയ്ത് നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ, ഈശോയ്ക്ക് എപ്പോഴും യു ആർ സ്റ്റിൽ ബ്യൂട്ടിഫുൾ.